എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സാഹിലും ബേളയും സ്കൂളിലേക്ക് പോകുന്ന രംഗമായിരുന്നു. അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ നേരത്തെ പുറപ്പെടുകയും നേരത്തെ പുറപ്പെട്ട് ഒരു വയലിലെത്തുകയും ആ വയലിൽ ബീർബഹൂട്ടികളെ തിരയുന്ന രംഗവും അതിനോടനുബന്ധിച്ചുള്ള കോൺവെർസേഷനും നമ്മൾ കാണുകയുണ്ടായി. ആ കോൺവെർസേഷനിൽ അവസാനം സാഹിൽ പറയുന്നൊരു രംഗമുണ്ട്. പെന്നിൽ മഷി നിറക്കാനുണ്ട് കടയിൽ നിന്ന്. അങ്ങനെ അവർ മഷി നിറക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഏകദേശ സീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കഥ നടക്കുന്നത് എന്നാണെന്നൊക്കെ ഇതിൽ ഇപ്പോൾ പറയും. ശ്രദ്ധിക്കുക. 1981 का साल, राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन, कस्बे की लगभग सूनी तंग गलियां, गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खींची तारों की कतारें, इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की गुरों की टापों की आवाज़ें, उनके पीछे चलता एक बदन उगाड़ते कुम्हार. इसी दृश्य के बीच से गुजरते हुए देव स्कूली बच्चे बेड़ा और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ट्रॉपर से पेन में स्याही भरते थे. ഈ സീന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1981 का साल, 1981. ഈ കഥ നടക്കുന്നത് 1981. രാജസ്ഥാനിൽ ജയ്പൂർ കെ നസ്ദീഖ്, ജയ്പൂരിൻ്റെ അടുത്ത്, നസ്ദീഖ് എന്ന് പറഞ്ഞാൽ അടുത്ത്, സവാരി ഗാഡിയോ, യാത്രാ വണ്ടികളും അവർ മാൽ ഗാഡിയോം സെ സദാ ഭര, ചരക്ക് വണ്ടികളും എല്ലായ്പ്പോഴും നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ, ഒരു ജംഗ്ഷനുണ്ട്, ഒരു ടീ റോഡുണ്ട്, അതാണ് ഫുലേര, ഈ കുട്ടികളുടെ നാട്. സാഹിലും ബേളയും ജീവിക്കുന്നത് ഫുലേരയിലാണ്. കസ്ബയ്ക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ, ആ ചെറിയ പട്ടണത്തിലെ ഏകദേശം വിജനവും ഇടുങ്ങിയതുമായ തെരുവുകൾ. ഗലിയോമേ ഖാമോഷ് കടെ ബിജ്ലി കെ ഖംബെ, ആ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ. ഖംബെ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഖംബോം കെ ബീച്ച് ഖീഞ്ചി താരോം കി കതാരെ, ഈ വൈദ്യുത പോസ്റ്റുകളിൽ ഇടയിൽ വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികളുടെ കതാരെ, നിരകൾ. താർ എന്ന് പറഞ്ഞാൽ വൈദ്യുത കമ്പികൾ. इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते फेरी वाले, ഈ തെരുവുകളിൽ അവിടെയും ഇവിടെയുമായി കാണപ്പെടുന്നു, അങ്ങിങ്ങുമായി കാണപ്പെടുന്ന നല്ല മധുരമുള്ള മണി മുഴക്കുന്ന ഫേരി വാലകൾ, തെരുവു കച്ചവടക്കാർ. നമുക്കൊക്കെ പരിചിതമാണത്. एक अंधेरी सी गली में, ഒരു ഇരുണ്ട തെരുവിൽ, 6-7 ഗധോം കി ഗുരോം കി ടാപ്പോം കി ആവാസേ, ഒരു ഇരുണ്ട തെരുവിൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഗാർത്ത കുംഹാർ, അതിൻ്റെ പിന്നിലായി നടന്നു വരുന്നു ശരീരം പ്രകടമാകുന്ന ഒരു കുശവൻ. കുംഹാർ, കുശവൻ. ഈ മൺപാത്രമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ് കുശവന്മാർ എന്ന് പറയുന്നത്. ബദൻ ഉഘാടന എന്ന് പറഞ്ഞാൽ ശരീരം പ്രകടമാകുക എന്ന് പറഞ്ഞാൽ ഷർട്ട് ഇടാത്ത കുശവൻ. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे
ഈ ദൃശ്യങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന രണ്ട് സ്കൂൾ കുട്ടികൾ, അതാരാണ്? നമ്മുടെ കഥാപാത്രങ്ങളാണ് ബേളയും സാഹിലും. ഇവരെന്തിനാണ് അവിടെ പോയത്? നമുക്കറിയാം, മഷി നിറക്കാനാവും. ഉൻ ദിനോ പെൻമേ 5 പൈസേ മേ നീലി സ്യാഹി ഭരി ജാതി ഥി. ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്ത് പെന്നിൽ 5 പൈസക്ക് നീലമഷി നിറച്ച് നൽകിയിരുന്നു. സ്റ്റേഷനറിക്ക് ദുകാൻ വാലെ ട്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തെ ഥെ. സ്റ്റേഷനറി കടക്കാരൻ ട്രോപ്പർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, അഥവാ ഫില്ലർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മഷി നിറച്ച് നൽകിയിരുന്നത്. അപ്പം എന്താണ് ഈ സീനിൽ പറയുന്നത്? നമ്മുടെ രണ്ട് കുട്ടികൾ ബേലയും സാഹിലും പെന്നിൽ മഷി നിറക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രാമമായ ഫുലേര ജംഗ്ഷനിലേക്ക് പോകുകയാണ്. ഒരു ചെറിയ പട്ടണമാണത്. രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ അടുത്താണ് ഈ പട്ടണം. വിജനമായ തെരുവാണ്. വൈദ്യുത കമ്പികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയ വൈദ്യുത പോസ്റ്റുകൾ വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികളുണ്ട്. അവിടെയും ഇവിടെയുമായി കാണപ്പെടുന്ന മധുരമുള്ള മണി മുഴക്കുന്ന തെരുവ് കച്ചവടക്കാരുണ്ട്. ഒരു ഇരുണ്ട തെരുവിൽ 6 കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നു. അതിൻ്റെ പിന്നിലായിട്ട് ഷർട്ടിടാത്ത ഒരു കുശവനും വരുന്നു. ഈ ദൃശ്യങ്ങളുടെ ഇടയിൽ കൂടിയാണ്, അഥവാ യാത്രാവണ്ടികളും ചരക്കുവണ്ടികളും നിറഞ്ഞ് സഞ്ചരിക്കുന്ന ആ ദൃശ്യങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മുടെ സാഹിലും ബേളയും പോകുന്നത്. എന്തിനാണ്? മഷി നിറക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. സാഹിൽ കുറച്ച് വികൃതിയുള്ള കുട്ടിയാണ്, ശ്രദ്ധിക്കൂ. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. पेन में कुछ स्याही बची थी. പെന്നിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ബച്ചിന എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക, അഥവാ ബാക്കി വരിക. ഉസെ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ. അത് സാഹിൽ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് അഥവാ നിലത്തേക്ക് ചിടക്ക് ദിയ, തളിച്ചു കളഞ്ഞു. നെയ്സായി ഭർവാനെ കേലിയെ ദോനം ദുക്കാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി രണ്ടാളും കടയിലെത്തി. അങ്ങനെ രണ്ടാളും കടയിലെത്തുകയാണ് പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി. साहिल से पहले ही बेड़ा ने दुकान वाले से कहा. സാഹിൽ സെ പഹലെ ഹി, സാഹിലിന്റെ മുമ്പ് തന്നെ ബേള കടക്കാരനോട് പറഞ്ഞു, അപ്പോൾ കടക്കാരൻ എന്താണ് പറഞ്ഞത് നോക്കൂ. ബേട്ടാ, സായി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. മോനെ, മഷിക്കുപ്പി ഇപ്പം കാലിയായിക്കണ്, നാളെ ലഭിക്കുമല്ലോട്ടാ. മഷിക്കുപ്പി ഇപ്പോൾ ഖാലിയായിക്കണ്, അഥവാ മഷിക്കുപ്പിയിൽ മഷിയൊന്നുമില്ല, നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരാതി രൂപത്തിൽ നമ്മുടെ ബേള കടക്കാരനോട് പറഞ്ഞു, എന്നാൽ ഇവനാണെങ്കിൽ പെണ്ണിൽ ഏതൊരു മഷിയായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഭൂമിയിലേക്ക് തളിച്ചു കളഞ്ഞു. ബേള പറഞ്ഞു. ബേള എന്താ പറഞ്ഞത്? എന്നാൽ ഇവനാണെങ്കിൽ പെന്നിൽ ഏതു മഷിയായിരുന്നോ ഉണ്ടായിരുന്നത്, ഉസേ ബി ജമീൻ പർ ചിടക്ക് ദിയ, അതും ഭൂമിയിലേക്ക് തളിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ കടക്കാരൻ പറയുകയാണ്, ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാനാ ചാഹിയേ. दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? എന്താണ് കടക്കാരൻ ചോദിക്കുന്നത് നോക്കൂ. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാനാ ചാഹിയേ. മഴമേഘങ്ങളെ കാണുമ്പോഴേക്ക് കുടം കവിത്തിക്കളയരുത്, അഥവാ മഴ വർഷിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടത്തിലുള്ള വെള്ളം എന്ത് ചെയ്യരുത്? കവിത്തിക്കളയരുത്. അത് വിഡ്ഢിത്തമാണ്, മൂർഖതാഹ, വിഡ്ഢിത്തമാണ്. ദുക്കാൻ വാലെ പയ്യനെ കഹ, കടക്കാരനായ ആ സുഹൃത്ത് പറഞ്ഞു. അവർ പൂച്ച, എന്നിട്ട് ചോദിച്ചു, കോൺസീമെ പഠിത്തേഹോ, നിങ്ങൾ എത്രാം ക്ലാസ്സിലെ മക്കളെ പഠിക്കണ? അപ്പോൾ നമ്മുടെ സാഹിൽ മറുപടി പറയാണ്, 5वीं में 5ാം ക്ലാസ്സിലാ.
साहिल ने ऐसे बुरे मन से कहा. സാഹിൽ ഇങ്ങനത്തെ ബുരെ മനസ്സെ ബത്തായ, ചീത്ത മനസ്സോടു കൂടിയിട്ടാണ് പറഞ്ഞത്, അഥവാ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. ജയ്സെ 5वीं में പഠന പാപുഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത് മഹാപാപമാണെന്ന രൂപത്തിൽ, ഒരു അപരാധമാണ് 5ാം ക്ലാസ് പഠിക്കുക എന്ന രൂപത്തിലാണ് പറഞ്ഞത്. എങ്ങനെ 5वीं में 5ാം ക്ലാസ്സിലാ എന്ന് പറഞ്ഞത്. അപ്പോൾ കടക്കാരൻ വീണ്ടും ചോദിക്കുകയാണ്, ദോനോ രണ്ടാളും ദൂക്കാൻ വാല ബയ്യനെ കഹ, കടക്കാരനായ ബ്രദർ പറഞ്ഞു, അതൊക്കെ കടക്കാരൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബേള പറയാണ്, हम दोनों का सेक्शन भी एक ही है. ബേളാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ, ബേള ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്. ജയ്സെ എപ്രകാരം എന്നാൽ, യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ, ഇതൊരു വലിയ കാര്യമാണെന്ന് മറ്റ്. എന്താണ് ബേള പറഞ്ഞത്? ഞങ്ങൾ രണ്ടാളും സെക്ഷൻ ബി ആക്കി, ഞങ്ങളുടെ ഡിവിഷൻ ഒന്നാണല്ലോ, എ ക്ലാസ്സിൽ. വളരെ സന്തോഷത്തോടു കൂടി എ ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത്, 5ാം ക്ലാസ്സിൽ എ ക്ലാസ്സിൽ പഠിക്കുക എന്ന മഹാസംഭവമാണെന്ന മട്ടിലാണ് ആര് പറഞ്ഞത്? ബേള പറഞ്ഞത്. ഇതുവരെയാണ് മക്കളെ ആ കോൺവെർസേഷൻ കെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. നോക്കൂ, क्लास में दोनों पास पास बैठते थे. कापी में काम करते तो दोनों कापी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भाग भी एक ही पढ़ते. साहिल, चमक उड़ी सन 57 में वह तलवार पुरानी थी, पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी. ഇവരുടെ സൗഹൃദമാണ് ഇവിടെ നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. ശ്രദ്ധിച്ചു. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ, ക്ലാസ്സിൽ രണ്ടാളും ഒരുമിച്ചായിരുന്നു ഇരുന്നിരുന്നത്, അടുത്തടുത്തായിരുന്നു ഇരുന്നിരുന്നത്. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേ, ബുക്കിൽ എഴുതുന്ന സമയത്ത് രണ്ടാളും ബുക്കിൽ എഴുതും. എന്തല്ലേ, ഒരാൾ ബുക്ക് എഴുതുകയാണെങ്കിൽ, ഒരാൾ നോട്ട് ബുക്കിൽ എഴുതുകയാണെങ്കിൽ അടുത്ത ആൾ എന്ത് ചെയ്യും? നോട്ട് ബുക്കിൽ എഴുതും. കിതാബ് പഠിത്തത്തെ തോനവും കിതാബ് പഠിത്തേ, പുസ്തകം വായിക്കുമ്പോൾ രണ്ടാളും പുസ്തകം വായിക്കും. ഒരു പ്രവർത്തനം തന്നെ ഒപ്പം രണ്ടാളും എന്ത് ചെയ്യും? ബൽക്കി പാഠ് ഭാഗ് ബി ഏക് ഹി പഠിത്തേ, തികച്ചും പാഠഭാഗവും ഒന്നാണ് വായിച്ചിരുന്നത്. സാഹിൽ വായിക്കും, ചമക്കുടി സൻസത്താവൽ മേ വ തൽവാർ പുരാനി ഥി, പഠിത്താത്തോ, ഇത് വായിച്ചു കഴിഞ്ഞാൽ ബേള ഭി, ബേളയും വായിക്കും, ചമക്കുടി സൻസത്താവൽ മേ വ തൽവാർ പുരാനി ഥി പഠിത്തി ഥി. ഇങ്ങനെ രണ്ടാളും എന്ത് ചെയ്തിരുന്നു? ക്ലാസ്സിൽ ഒന്നിച്ചായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ ബുക്ക് എഴുതുന്ന സമയത്ത് രണ്ടാളും നോട്ട് ബുക്ക് എഴുതും, പുസ്തകം വായിക്കുമ്പോൾ രണ്ടാളും പുസ്തകം വായിക്കും. വായിക്കുന്നത് തന്നെ എന്താണ്? ഒന്നായിരുന്നു വായിച്ചിരുന്നത്. ഈ വരികളിലൂടെ അവരുടെ സൗഹൃദം നമുക്ക് കഥാകൃത്ത് വ്യക്തമാക്കി തരുന്നു. ബേള കാത്തി, ബഞ്ചി പാനി പീനെ ചലി ജാവൂ, ടീച്ചറെ ഞാൻ വെള്ളം കുടിച്ചാൻ പോട്ടെ? ഞാൻ വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ബേള ചോദിച്ചാൽ സാഹിൽ ബി കാലത്ത, സാഹിലും പറയുമായിരുന്നു, ബാഞ്ചി പാനി പീന ചല ജാവൂ, ഞാനും പങ്കുച്ചാൻ പോട്ടെ, ഞാനും വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന്. ഇതായിരുന്നു അവരുടെ സൗഹൃദം. ഇനി നമുക്ക് ആ സൗഹൃദത്തിൻ്റെ ഇടയിലേക്ക് വില്ലൻ വേഷം അണിഞ്ഞുകൊണ്ട് ഒരു കഥാപാത്രം ഇതാ കടന്നു വരികയാണ്. ആരുമല്ല, ഗണിത് മാഷ്. ആ മാഷൊന്ന് നമുക്ക് പരിചയപ്പെടാം. गणित के मार साहब सुरेंद्र जी का पीरियड खेलघंटी के बाद आता था. बच्चे उनसे कांपते थे और गेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. गणित के मार साहब, ഗണിതിൻ്റെ മാഷ്. മാർ സാഹിബ് എന്ന് പറഞ്ഞ സാറായ സുരേന്ദ്രജി കാ പീരീഡ്, സുരേന്ദ്ര മാഷിൻ്റെ പീരീഡ് ഗേൽഗണ്ടി കെ ബാദ് ആതാ താ, കളി പീരീഡിന് ശേഷമായിരുന്നു വന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ പി ടി പീരീഡിന് ശേഷമാണ് മാത്സ് ക്ലാസ് വന്നിരുന്നത്.
ബച്ചെ ഉൻസെ കാമ്പത്തെ തെ, കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. കാമ്പിര എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ് അർത്ഥം. ഭയമായിരുന്നു. ഗൽഗണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹ്ലെ ഹി, കളിപ്പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ, അഥവാ PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ അപ്പിനി അപ്പിനി ജഗഹോം പർ ആക്കർ ബൈറ്റ് ചാത്തത്, തങ്ങളുടെ സ്ഥലങ്ങളിൽ വന്ന് കുട്ടികൾ ഇരിക്കുമായിരുന്നു. അല്ലേ? നമുക്കും അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടാവും. പേടിയുള്ള ടീച്ചേഴ്സിൻ്റെ ആ പീരീഡ് നമ്മളെന്ത് ചെയ്യും? കറക്റ്റ് 2 മിനിറ്റ് മുമ്പെത്തും. അല്ലാത്തതോ വാതിൽ പഠിക്കാൻ നിന്നിട്ട് കയറ്റേ എന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ്. സുരേന്ദ്രജി मार साहब इसी पीरियड में काफ़ी चांज देते, ज़रा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. നമ്മൾ സുരേന്ദ്ര മാഷിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു മാഷ് ഒരിക്കലും മാഷല്ല എന്ന് ഞാൻ പറയുന്നു. ശ്രദ്ധിക്കുക. സുരേന്ദ്രജി മാർ സാബ് ഇസി പീരീഡ് മേ കാപ്പി ചാഞ്ചിത്തത്. സുരേന്ദ്ര മാഷി ഈ പീരീഡാണ് കോപ്പി ചെക്ക് ചെയ്യാറ്, എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യാറ്. ജരാസി ഗൽത്തി പർ, അല്പം തെറ്റ് കണ്ടാൽ ബച്ചോങ്കോ ഇതർ ഉദർ ഫേങ്ക് ദേത്തേത്, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുമായിരുന്നു. യാ ജാപ്പട് മാർന്ന ലഗ്തേത്, അല്ലെങ്കിൽ അടിക്കാൻ തുടങ്ങുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹം കൈ ചലിപ്പിക്കൽ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ അടിക്കാൻ തുടങ്ങിയാൽ, രുക്കുന ബുൽജാതാഥ, നിർത്താൻ മറന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അടിയാണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യും? കിട്ടുമടി. ഇങ്ങനത്തെ ഒരു മാഷെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? एक दिन सुरेंद्र जी मार साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वह गड्ढे गड्ढे अभी गिर जाएगी. सुरेंद्र जी मार साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. എന്താണ് ഇവിടെ പറയുന്നത് എന്ന് കുട്ടികളെ ശ്രദ്ധിക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ കൂടിയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. एक दिन सुरेंद्र जी मार साहब ने, ഒരു ദിവസം സുരേന്ദ്ര മാഷ് ബേളക്കെ ബാലോ മേ പഞ്ചാ ഫംസായ, ബേളയുടെ മുടിയിൽ പിടിച്ചു. ഫംസന എന്ന് പറഞ്ഞാൽ അകപ്പെടുക, പഞ്ചി എന്ന് പറഞ്ഞാൽ കൈപ്പിടി, കൈപ്പിടിയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുടിയിൽ പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे, എന്നാൽ ഏതൊരു ഗൽത്തി കണ്ടിട്ടാണോ, ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം അവളുടെ മുടി പിടിച്ചിട്ട് വലിക്കേണ്ടിയിരുന്നത്, വഹ് ഗൽത്തി ദി ഹി നഹി, അത് തെറ്റായിരുന്നില്ല. ഉനോനെ ബേളക്കോ ചോട് ദിയ, അദ്ദേഹം ബേളയെ വിട്ടയച്ചു. ബേളക്ക ഭയഭീതി ചെഹ്രേക്കോ ദേക്കർ, ബേളയുടെ ഭയപ്പെടുത്തുന്ന മുഖം കണ്ടിട്ട്, നമുക്കറിയാം വളരെയധികം പേടിയുള്ള ഒരു മാഷാണ്, കുട്ടികൾക്ക് പേടിയുള്ള ഒരു മാഷാണ് സുരേന്ദ്ര മാഷ്. അപ്പോൾ ഒരൊറ്റ പൊടുത്തം മതി, പേടിച്ചിട്ടുണ്ടാകും. ബേളക്ക് ഭയഭീതി ചെഹ്രേക്കോ ദേക്കർ, ബേളയുടെ ഭയപ്പെടുത്തുന്ന മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർ ഗയാത, സാഹിൽ ചീത്ത വിധത്തിൽ പേടിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ സാഹിൽ ആകാണ്ട് ഗ്യാസ് ഔട്ടായിരുന്നു, പേടിച്ചിരുന്നു. ഉസ്നെ ദേക്കാക്കി, അവൻ കണ്ടു എന്തെന്നാൽ ബേളക്കെ പാവ് അഭിഭി കാമ്പ് രഹേ ഹെ, ബേളയുടെ കാലുകൾ ഇപ്പോഴും വിറച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജയ്സെ വഹ് ഗഡേ ഗഡേ അഭി ഗിർ ജായേഗി, എപ്രകാരമെന്നാൽ അവൾ നിന്ന നിൽപ്പിൽ നിന്ന് വീണുപോകും പോലെ. സുരേന്ദ്രജി മാർ സാഹിബിനെ കാപ്പി കോ ഉസ്കെ ബൈഠനെ കി ജഗഹ പർ ഫേങ്ക്തേ ഹുയെ കഹാ, സുരേന്ദ്ര മാഷ് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ നോട്ട് ബുക്കിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഫേങ്കിന എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈഠ് അപ്പിനി ജഗഹ പർ, ഇരിക്കെ തൻ്റെ സ്ഥലത്ത്. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? സുരേന്ദ്ര മാഷ് ഒരു ദിവസം ബേളയുടെ മുടിയിൽ പിടിച്ചു. എന്നാൽ ഒരു തെറ്റ് കണ്ടിട്ടാണ് അദ്ദേഹം അവളുടെ മുടി പിടിച്ച് വലിക്കേണ്ടിയിരുന്നു, പക്ഷെ അതൊരു തെറ്റായിരുന്നില്ല. അപ്പോൾ ബേളയെ ഉപേക്ഷിച്ചു. പക്ഷേ ബേള ആ പിടുത്ത കാരണം തന്നെ ബേള എന്ത് ചെയ്തിരുന്നു? ഭയപ്പെട്ടിരുന്നു. ആ ഭയപ്പാട് അവളുടെ കാലുകളിലും കാണപ്പെട്ടിരുന്നു, കാല് വിറച്ചിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ സാഹിലും എന്ത് ചെയ്തു? പേടിച്ചു.
സുരേന്ദ്ര മാഷ് അവളിരിക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ ബുക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയാണ്, ഇരിക്ക് തൻ്റെ സ്ഥലത്ത്. നോക്കൂ, അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. बेला का मन बहुत ख़राब हो गया. मार साहब चाहे मुझे पीड़ लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. എന്താ പറയുന്നത് നോക്കൂ. ബേളക്ക മൻ ബഹുത് ഖറാബ് ഹോ ഗയ. ബേളയുടെ മനസ്സാകെ വേദനിച്ചു. ഈ സംഭവം ബേളയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. മാർ സാബ് ചാഹെ മുझे പീड़ लेते. മാഷിന് വേണമെങ്കിൽ എന്നെ തല്ലാം. അവൾ ചിന്തിക്കുകയാണ്, മാഷിന് വേണമെങ്കിൽ എന്നെ തല്ലാം. മഗർ സാഹിൽ കെ സാമനെ നഹി. അത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാവേണ്ടിയിരുന്നില്ല. അത് നമുക്കറിയാലോ. നമുക്കിഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളെ തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്താൽ എന്തുണ്ടാവും? നമുക്ക് വളരെയധികം വിഷമമാകും. അതാണ് ഇവിടെയും പറയുന്നത്. മാഷിന് എന്നെ വേണമെങ്കിൽ തല്ലാം, പക്ഷെ അത് ആരുടെ മുമ്പിൽ വെച്ചിട്ടാകേണ്ടിയിരുന്നില്ല? സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആകേണ്ടിയിരുന്നില്ല. വഹി സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹ്സൂസ് കർ രഹി थी. അവൾ സാഹിലിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിരുന്നു? ലജ്ജ അനുഭവിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സാഹിൽ കണ്ടില്ലേ, അപ്പോൾ അവൾക്ക് കൂടുതൽ എന്ത് ചെയ്തിരുന്നു? ലജ്ജ അനുഭവപ്പെട്ടിരുന്നു. ഷർമിന്ദ എന്ന് പറഞ്ഞാൽ ലജ്ജ, മാസൂസോന എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. ക്യോംകി എന്തുകൊണ്ടെന്നാൽ വഹ്, ആ ലജ്ജ ഉണ്ടാവാനും ഒരു കാരണമുണ്ട്. വഹ് ജാൻതി ദി കി, അവൾക്കറിയാമായിരുന്നു വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ, അവൾ സാഹിലിൻ്റെ കണ്ണിൽ വളരെ നല്ലവളാണെന്ന്. എന്ന് പറഞ്ഞാൽ സാഹിലിന് തന്നെ വളരെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാമായിരുന്നു. ജബ് വ ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. എപ്പോഴാണോ അവൾ അവൻ്റെ അടുത്ത് പോയിരുന്നത്, എന്ന് പറഞ്ഞാൽ ബേള സാഹിലിൻ്റെ അടുത്ത് പോയിരുന്നത്, രണ്ടാളും അടുത്തടുത്താണ് ഇരിക്കുന്നത്, അങ്ങനെ പോയി ഇരുന്നത്, ഉസ്സെ നസർ നഹി മിലാ പായി, അവനെ ഒന്നും നോക്കുക കൂടി ചെയ്തില്ല. എന്തുകൊണ്ടാണ് നോക്കാത്തത്? ശർമിന്ദ മഹ്സൂസ് ഹോനെ കാ കാരണം, ലജ്ജ അനുഭവിച്ചത് കാരണം, ലജ്ജ തോന്നിയത് കാരണമാണ് ഇത് അവനൊന്നും നോക്കാതിരുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല അപകടങ്ങളും സംഭവിക്കുകയാണ്. എന്തൊക്കെ നോക്കൂ. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे हाय हाय होय सफ़ेद पट्टी कह रहा था तो कोई सुल्ताना ठाकू तो कोई कुछ और कहकर चिढ़ा रहा था. എന്താണ് ബേളക്ക് സംഭവിച്ചതെന്ന് നോക്കൂ. ദീപാവലി ചുട്ടിയോ കെ ബാദ്, ദീപാവലി അവധിക്ക് ശേഷം, ജബ് സ്കൂൾ ഖുലാത്തോ, എപ്പോഴാണോ സ്കൂൾ തുറന്നത്, തോ അപ്പോൾ ബേള കെ സിർ പർ സഫേദ് പട്ടി ബന്ധിതി, ബേളയുടെ തലയിൽ ഒരു വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ള, പട്ടി എന്ന് പറഞ്ഞാൽ പട്ടി ബാന്തിന, ബാൻഡേജ് കെട്ട്, അഥവാ നമ്മൾ സാധാരണ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ടില്ലേ, അതെ. കോയിസ്, പലരും അവളെ ഹൈ ഹോയ് ഹോയ് സഫേദ് പട്ടി, വെള്ള ബാൻഡേജ് കെട്ടിയവളെ കഹരഹാദ വിളിച്ചിരുന്നു. തോ കോയി, ചിലരോ സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജ്ഞിയെ, തോ കോയി, ചിലർ ഔർ കഹ്കർ ചിടാരഹാദ, പലതും വിളിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു? ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ചിടാരഹന എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുക. അപ്പോൾ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. എന്താണ് നടന്നത്? ഫസ്റ്റ് ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്ന സമയത്ത് ബേളൻ്റെ ഒരു ബാൻഡേജ് കെട്ടി സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. അവളെ പലരും പലതും വിളിക്കുന്നുണ്ട്. ചിലർ വെള്ള ബാൻഡേജ് കെട്ടിയവളെയെന്നും, ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? സുൽത്താന ഠാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി എന്നും, അതുപോലെ തന്നെ പലതും വിളിച്ചിട്ട് അവളെന്ത് ചെയ്യുന്നുണ്ട്? ചുണ്ടി പിടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഇത് സാഹിൽ കാണും. സാഹിൽ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അല്ലേ? ഇല്ല. തനിക്കിഷ്ടപ്പെട്ടവരെ ഒക്കെ എന്തെങ്കിലും പറ്റിയാൽ നമുക്കുള്ള അതേ ദുഃഖം തന്നെ ആർക്കുമുണ്ട്? സാഹിലിനുമുണ്ട്. നോക്കൂ, സാഹിൽ ചോദിക്കുകയാണ്. സാഹിലിനെ പരേഷാൻ ഹോത്തെ ഹുയെ പൂച്ച. സാഹിൽ ചോദിക്കുകയാണ്,
ബേള, നിനക്കെന്താ പറ്റിയത് ബേളെ? സാഹിൽ വിഷമത്തോടുകൂടി ചോദിച്ചു. ബേള പറയുന്നു, നോക്കൂ. ബേളാനെ ഹംസ്തേ ഹുയെ കഹ. ബേള ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹംസന എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാന് മുകളിൽ നിന്ന് വീണതാണ്ടാന്ന്. അഥവാ മുകളിൽ നിന്ന് വീണതാണ് എന്ന്. അഥവാ ഇവിടെ കയറിയപ്പോൾ എന്ത് ചെയ്തതാണ്, അവിടുന്ന് അടിയിലെത്തിയതാ, അത്രേ ഉള്ളൂ. അവർ കഹ എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ദിവസമായിക്കണ്. ആജ് കേൾക്കണ്ടീമേ ഗാന്ധി ചോക്കുമേ ലങ്കടി ടാങ്ക് കേലെങ്കെ. ഇന്ന് കളിപ്പിരിട് നമുക്ക് ഗാന്ധി ചോക്ക് പോയിട്ട് ഗാന്ധി സ്ക്വയർ പോയിട്ട് ലങ്കടി ടാങ്ക് കേലെങ്ക മുടന്തം കളി കളിക്കട്ടാ. മുടന്തം കളി കളിക്കാം. എന്താ ഈ മുടന്തം കളി? നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കളിക്കുന്ന കക്ക് കളി കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ സമ്മതിക്കുമോ? ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയാൽ സമ്മതിക്കില്ല. അപ്പോൾ സാഹിൽ പറയാണ്, കളിക്കണ്ട കളിക്കണ്ട. നിന്റെ തലയിൽ വീണ്ടും കൊണ്ടാലോ? നിന്റെ തലയിൽ വീണ്ടും കൊണ്ടാലോ എന്ന് പറഞ്ഞാൽ തട്ടിയാലോ? അപ്പോൾ ബേള പറയാണ്, നഹി ലഗേഗി തട്ടില്ല. ബേളാനെ ജിദ്ദിക്ക്. ബേള വാശി പിടിച്ചു. ജിദ് എന്ന് പറഞ്ഞാൽ വാശി, ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ ഗാന്ധി ചൗക്കിക്ക് ബാലു മേ പൂരി കേൽക്കണ്ടി ലങ്കടി ടാങ്ക് കേലെ. അവർ എല്ലായ്പ്പോഴും പോലെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം കളിക്കുന്നത് പോലെ മുഴുവൻ കുട്ടികളുടെ കൂടെയും ഗാന്ധി ചൗക്കിൽ അഥവാ ഗാന്ധി സ്ക്വയറിലെ ആ ബാലുവിൽ, ആ മണലിൽ കളിപ്പീരീഡ് ഫുള്ള് അഥവാ PT പീരീഡ് ഫുള്ള് എന്ത് കളിച്ചു? ലങ്കടി ടാങ്ക് കേലെ, മുടന്തം കളി കളിച്ചു എന്ന് പറഞ്ഞാൽ കക്ക് കളി കളിച്ചു. ഇൻ ബച്ചോം കോ അപ്പിനെ ചാരോം ഓർ ഖേൽത്തെ ദേഖ്. ഈ കുട്ടികൾ തൻ്റെ 4 ഭാഗത്തും കളിക്കുന്നത് കണ്ടപ്പോൾ ആരാ കണ്ടത്? അഥവാ ഗാന്ധിജിയുടെ പ്രതിമ കാണുന്നതായിട്ടാണ് കവി പറയുന്നത്. ആ ഗാന്ധിജി പ്രതിമയ്ക്ക് ചുറ്റുമാണ് ഈ കുട്ടികൾ കളിക്കുന്നത്. ആ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ, തൻ്റെ 4 ഭാഗത്തും കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ വിഗ്രഹം ऐसी दिखाई पड़ती, ഇങ്ങനെ കാണപ്പെട്ടു. ജയ്സെ എപ്രകാരമെന്നാൽ സമയസെ കുച്ച് അധികം മുസ്കരാ രഹി ഹോ, സമയത്തേക്കാൾ അധികം പുഞ്ചിരിച്ചുകൊണ്ട്. നമുക്കറിയാം ഗാന്ധിജി വിഗ്രഹത്തിൽ എപ്പോഴും ഒരു ചിരിയുണ്ടാകും. ആ ചിരി ഒന്നും കൂടി വിടർന്നതായിട്ട്, ഒന്നും കൂടി കൂടിയതായിട്ട് കാണപ്പെട്ടു. കാരണം എന്തായാ? ബച്ചോങ്കോ ഉത്സാഹ് അവർ ഉമംഗ് ദേക്കർ, കുട്ടികളുടെ ഉത്സാഹവും ആഹ്ലാദവും കണ്ടിട്ട് ഗാന്ധിജിക്കോ ബി ഖുഷ് ഹുയി ഹോഗി, ഗാന്ധിജിക്കും എന്തുണ്ടായിട്ടുണ്ടാവും? സന്തോഷമായിട്ടുണ്ടാകും. ഇത്രയും ഭാഗം നമ്മൾ ഈ പാർട്ട് 2 നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. ഇനി 3 ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം തീരുകയും അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും. അതുവരെ, അടുത്ത ക്ലാസ് ശ്രവിക്കുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.